നാളെ ഉച്ചവരെ യുഎഇയിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. മഴക്കെടുതിയുടെ കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റമുണ്ട്. കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സുരേഷ്? ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് രാജ്യത്ത് ഒറ്റപ്പെട്ട മഴ നാളെ ഉച്ചവരെ തുടരുമെന്നുള്ളതാണ്. ദുബായിലും അബുദാബിയിലും ഷാർജയിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അജ്മാൻ, അതോടൊപ്പം തന്നെ റാസൽ ഖൈമ, ഫുജൈറ ഇവിടെ മഴ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഫുജൈറയിലും റാസൽ ഖൈമയിലെയും ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നു. അലൈനിൽ മഴയുടെ ദുരിതം അതുപോലെ തന്നെ തുടരുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിലും താമസ കേന്ദ്രങ്ങളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ മഴ ദുരിതം ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. രാജ്യവ്യാപകമായി ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഓറഞ്ച് അലർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പിൻവലിച്ചിട്ടില്ല. പലയിടത്തും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ വെള്ളക്കെട്ട് അത് വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും റോഡുകളിലും ഒക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ദുബായിൽ ഇപ്പോഴും പല റോഡുകളും അടഞ്ഞു കിടക്കുന്നു. അജ്മാനിലും ഷാർജയിലും റോഡുകൾ പലതും അടഞ്ഞു കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഷാർജയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. നാളെ ഉച്ചവരെ ശക്തമായിട്ടുള്ള ഒറ്റപ്പെട്ട മഴ തുടരും. നാളെ ഉച്ചയ്ക്ക് ശേഷം രാജ്യത്ത് കാലാവസ്ഥ മെച്ചപ്പെടും. മാത്രമല്ല നാളെ വൈകുന്നേരത്തോടുകൂടി ആകാശം തെളിയും. റമദാൻ മാസപ്പിറവി കാണാൻ കഴിയുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. പ്രത്യേകിച്ച് വിശ്വാസികൾക്കൊക്കെ തന്നെ നാളെ കാലാവസ്ഥാ നിരീക്ഷണ മാസപ്പിറവി കണ്ടാൽ അറിയിക്കണമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ആ ഒരു ജാഗ്രതയിൽ ഇപ്പോഴും മഴ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോഴും യുഎഇ തുടരുന്നത്.